ഞാനിപ്പോ നിന്നെ തെരഞ്ഞു വന്നപ്പോ നടന്ന് കാല് വേദന എടുക്കുവാ. തുടക്കത്തിൽ എനിക്കും ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഓക്കേ ആയി. നിനക്കും അങ്ങനെ ആയിക്കോളും. ഏയ് ചിരിക്കല്ലേ, ഒന്നും മിണ്ടാനും നിക്കല്ലേ. ബഡ്ഡി ബാങ്കാരി അമ്മ ആന്റി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് നീ ഒന്ന് ശ്രദ്ധിച്ചു നിന്നാണേ. സിഹിമോളെ, ഇവിടെ ഒറ്റയ്ക്ക് വന്നു നിന്ന് മോളെ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ലാന്ന് പറ. ഒന്നുമില്ല. അല്ല മോളെ, നിനക്ക് കേക്ക് ഇഷ്ടാണോ? കേക്കോ? ഞാൻ എടുത്തു തരാം, വാ. അയ്യോ സുബി, പോവല്ലേ. വാ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ വരാവേ. ടാങ് ടടാങ്. ഇതെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിനക്ക് തന്നെ കേക്ക് കഴിക്ക്. സുബി, അത് കഴിക്കാൻ പാടില്ല. ഞാൻ കേക്ക് കഴിക്കാറില്ല, ഒരു സ്വീറ്റും കഴിക്കാറില്ല. നീയും ഇത് കഴിക്കരുത്. ഞാനിത് കഴിക്കും. ഞാനും മോളോട് കഴിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്ന ഒരക്ഷരം പോലും നീ കേൾക്കുന്നില്ല സുബി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ചോദിച്ചാ അച്ഛൻ തന്നെ വാങ്ങിച്ചു തരില്ലേ? ഇവര് തരുന്നത് തന്നെ നിനക്ക് തിന്നണോ? സിഹിയായിരുന്നെങ്കിൽ അവൾ ഈ കേക്ക് ഇപ്പൊ കഴിക്കുമായിരുന്നില്ല. പക്ഷെ ഈ കുട്ടി ഇപ്പോ പതുക്കെ കഴിക്ക് സിഹി. നിനക്ക് ഞാനിവിടെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയോ? എന്താ കൊണ്ടുവന്നത്? ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാ ഞാൻ നിനക്ക് പിന്നെ തരാട്ടോ. എനിക്ക് ഇപ്പൊ തന്നെ താ. ഞാൻ തരാം, പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ എനിക്ക് ഉത്തരം തരണം, കേട്ടോ? നീ ഇത്ര ദിവസം എവിടെയായിരുന്നു? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സുബി, സത്യം പറയല്ലേ. ഇതാണ് എന്റെ വീടെന്ന് പറ പ്ലീസ്. പ്ലീസ് സുബി. പറ മോളെ. ഇതാ എന്റെ വീട്. എന്റെ വീട്ടില് നിങ്ങളൊക്കെയല്ലേ ഉള്ളത്. ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇത്ര ദിവസം നീ എവിടെയായിരുന്നു? എനിക്ക് ആക്സിഡന്റ് പറ്റിയില്ലേ, അപ്പൊ വേറെ ആരോ എന്നെ കൊണ്ടുപോയി അവരെ എന്നെ നോക്കിയിരുന്നത്. അതിനുശേഷം ശ്രീറാം ദേശായി സാറും അശോക് സാറും. ശ്രീറാം ദേശായിയോ? അശോക് സാറോ? സുബി, അച്ഛനും ആഘോഷങ്ങളൊന്നും പറ. അച്ഛനും പിന്നെ ആഘോഷങ്ങളും വന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി സത്യം പറ. പറഞ്ഞാ ഇത് നിനക്ക് തരാം.
ഇനി മോള് സത്യം പറ. ആ പിന്നെ അത് സുബി ഒന്നും പറയണ്ട. ഇതിനേക്കാൾ വലിയ ചോക്ലേറ്റ് അച്ഛൻ മേടിച്ചു തന്നോളും. സിഹി, നീ ചോക്ലേറ്റ് കഴിക്കാണോ? അവൾക്ക് എന്തിനാ നിങ്ങൾ ചോക്ലേറ്റ് കൊടുത്തേ? അവൾക്കത് കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അത് അയ്യോ, നീ എന്താ മോളെ കേക്ക് കഴിക്കുന്നത്? ഇതൊക്കെ എപ്പോഴാ നീ കഴിച്ച് ശീലിച്ചത്? സീതമ്മ, എനിക്ക് ചോക്ലേറ്റ് വേണം. നീ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല മോളെ. അമ്മേ പ്ലീസ്, ഇനി സിഹിക്ക് മേലെ ചോക്ലേറ്റ് ഒന്നും കൊടുത്തേക്കരുത്. വാ ഇങ്ങ്. കറക്റ്റ് സമയത്ത് വന്നെല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ സീത. കുറച്ച് സമയം കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം എന്നോട് പറയുമായിരുന്നു. ഛേ, എല്ലാം വെറുതെ ആയല്ലോ. ബഡ്ഡി ബംഗാരിയമ്മ ആന്റി, സുബിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കിയതാണോ? അതിന് ഞാൻ സമ്മതിക്കില്ല. സിഹി, ഇനി നീ കേക്കോ ചോക്ലേറ്റോ കഴിക്കുന്ന കണ്ടാ എനിക്ക് നല്ല ദേഷ്യം വരുവേ. ആ അനി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സിഹി, ഒരു കാര്യം ചെയ്യ്, നീ അനിയുടെ കൂടെ ഇരുന്ന് എഴുതി പഠിച്ചോ. ചെന്നിരുന്നേ, നിക്ക്, ഞാൻ പോയി പുസ്തകം എടുത്തിട്ട് വരാം. ഇതാ സ്പെല്ലിംഗ് എഴുതിക്കോ. രണ്ടാളും വെറുതെ സംസാരിച്ചിരിക്കല്ലേ. ഹോംവർക്ക് ഒക്കെ എഴുത്, നീ സ്പെല്ലിങ്സ് എഴുതേ, കേട്ടോ? സിഹി, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. നീ എന്നെ മിസ് ചെയ്തിരുന്നോ? നീ എന്താ ഒന്നും പറയാതിരിക്കുന്നേ? അത് നീ വിട്. ഞാനിപ്പോ കേക്കും ചോക്ലേറ്റും ഒക്കെ കഴിച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? അത് നിനക്കറിയില്ലേ? നീ ഒന്ന് പറഞ്ഞതാ. നിനക്ക് ഡയബറ്റീസ് ഉണ്ട്. എന്നുവെച്ചാ ഷുഗർ. മലയാളത്തിൽ അതിനെന്താ പറയാ? പ്രേമ പ്രേമ പ്രമേഹം എന്നാണോ? ആ യെസ് യെസ്, അത് തന്നെ. എനിക്കോ? നിനക്ക് തന്നെ. അപ്പോ ഞാൻ മധുരമുള്ള ഒന്നും കഴിക്കാൻ പാടില്ലേ? ചോക്ലേറ്റോ അതും കഴിക്കാൻ പാടില്ലേ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നീ സ്വീറ്റ്സ് കഴിക്കാറില്ലായിരുന്നല്ലോ. നീയേ മരിച്ചു പോയെന്ന് കരുതി ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു സിഹി. നീ വന്നത് എന്തായാലും നന്നായി. വീട്ടിലെല്ലാരും നല്ല സങ്കടത്തിലായിരുന്നു. ബട്ട് ഇപ്പൊ എല്ലാരും ഹാപ്പിയാ. സീതമ്മയും വിഷമത്തിലായിരുന്നോ? എല്ലാരേക്കാ കൂടുതൽ വിഷമിച്ചത് സീത ചേച്ചിയാ. എനിക്കാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോവാൻ വരെ പേടിയായിരുന്നു. ഞാനേ മരിച്ചു പോയതാ. നീ എന്റെ വീട്ടിലേക്ക് സീതമ്മയുടെ മകളായിട്ട് വന്ന എന്ത് രസമായിരിക്കുമെന്നോ? സിഹി പറഞ്ഞതൊക്കെ സത്യ. അവള് മരിച്ചു പോയതാ. അവളുടെ സ്ഥാനത്തേക്കാ അവളെ പോലെയുള്ള എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ നീ ആലോചിക്കുന്നേ? വേഗം എഴുത്. എനിക്ക് ഒന്നും എഴുതാൻ അറിയില്ലല്ലോ. ഇപ്പൊ എന്താ എഴുതുക? എനിക്കറിയുന്നത് എന്താണോ അത് തന്നെ എഴുതിയേക്കാം. അനി, ഇതൊന്ന് തുറന്നു തരുമോ? അച്ഛാ, ഈ വീട്ടിൽ എന്താ ശരിക്കും നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മോളെ? അപ്പൊ സിഹിയെ പോലൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് അത് സിഹിയാണെന്നാ പറയുന്നത്. അച്ഛൻ തന്നെ പറഞ്ഞ് ഈ മരിച്ചു പോയവരൊക്കെ പിന്നെയും ജീവനോടെ വരുമോ? രാമൻ തന്നെ സിഹി മരിച്ചു പോയില്ല എന്ന് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് കള്ളമാണോ? ഇനി അത് കള്ളമാണെങ്കിൽ തന്നെ സിഹി ഇങ്ങോട്ട് വരുമായിരുന്നോ?
അവള് വന്നിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം. അച്ഛാ, അവളെ കാണാൻ സിഹിയെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. അവള് നമ്മുടെ സിഹി അല്ല. എന്താ മോളെ നീ പറയുന്നേ? സത്യാണ് അച്ഛാ. നമ്മുടെ സിഹി പടപടപടാന്ന് സംസാരിക്കുമായിരുന്നു. ഈ കുട്ടി എന്തൊക്കെയോ ആലോചിച്ച് സൂക്ഷിച്ചാ സംസാരിക്കുന്നെ. അവള് സംസാരിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അച്ഛൻ ഒരു കാര്യം അറിയോ? ഞാൻ കൊടുത്ത കേക്ക് അവള് കഴിച്ചു വച്ചാ. സിഹി ആയിരുന്നെങ്കിൽ ആ സ്വീറ്റ് കഴിക്കുമായിരുന്നില്ല. അവക്ക് കൊതി തോന്നിയപ്പോ അവള് കേക്ക് കഴിച്ചു കാണും. അതുകൊണ്ട് അവള് സിഹിയല്ലെന്ന് പറയാൻ പറ്റുമോ മോളെ? നിങ്ങൾ ഇതെന്താ അച്ഛാ ഇത്ര സില്ലി ആയിട്ട് സംസാരിക്കുന്നത്? നമ്മുടെ സിഹിക്ക് ഡയബറ്റീസ് ആയിരുന്നു. അവൾക്കത് കറക്റ്റ് ആയിട്ട് അറിയുമായിരുന്നു. സ്വീറ്റ് കൊടുത്താലും കഴിക്കുമായിരുന്നില്ല. ഇത്രയും ദിവസം വേറെ എവിടെ ആയിരുന്നില്ലേ? മധുരം കഴിച്ച് ശീലമായി കാണും. നമ്മുടെ സീത അതൊക്കെ കൺട്രോൾ ചെയ്തോളും മോളെ. അപ്പോ അച്ഛനും അത് സിഹിയാണെന്ന് ശരിക്കും ഉറപ്പിച്ചു കഴിഞ്ഞോ? അവളെ രാവിലെ കണ്ടപ്പോ എന്റെ കണ്ണിനും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ രാമത് പറഞ്ഞപ്പോ അങ്ങനെ ആയിക്കൂടെന്നും തോന്നി. എന്തായാലും നമ്മുടെ കുട്ടി ജീവനോടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. സിഹി വന്നപ്പോ തന്നെ സീത ആ പാവയെ കൈവിട്ടു. നോർമലായില്ലേ? അത് തന്നെ ഒരു വലിയ സമാധാനമല്ലേ ഭാർഗവി? ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒരു 100,000 ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷെ എല്ലാം നല്ലതിനാണെങ്കിൽ ആലോചിക്കേണ്ട കാര്യം എന്താ? രാമന്റെയും സീതയുടെയും ജീവിതം ഒരു കരക്കെത്തിയില്ലേ? ഇനി അതിലൊരുപാട് ചികഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് തോന്നി. ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ പോട്ടെ. കറക്റ്റായിട്ട് എഴുതിയോ? സിഹി, എന്താ ഇത്? എന്താ നീ എഴുതി വെച്ചേക്കുന്നേ? സീതമ്മ എന്ന് എഴുതാൻ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? പിന്നെ ഞാൻ പഠിപ്പിക്കാം. സിഹി, നിന്നോട് ഈ ചോദിക്കുന്നത് നീ എന്താ ഇങ്ങനെ എഴുതിയത്? അത് സീതമ്മ. റാം, റാം, ആ സീത, കണ്ടോ നിങ്ങളുടെ മകളോട് സ്പെല്ലിംഗ് എഴുതാൻ പറഞ്ഞിട്ട് അവളെന്താ എഴുതിയേക്കുന്നേ നോക്കി. ഓ ദൈവമേ, സുബി സ്കൂളിൽ പോയിട്ടില്ലല്ലോ. അവക്കൊന്നും എഴുതാനും അറിയില്ല. സി തമ്മാന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ? ആഹാ, വാവ്. ഇതിലിപ്പോ എന്താ വൗന്ന് പറയാനുള്ളത്? സീത, സി തമ്മ. എന്തുമാത്രം ഇന്നോവേറ്റീവ് ആൻഡ് ഡിഫറെന്റ് ആയത്. വെരി ക്യൂട്ട് മോളെ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ അക്ഷരങ്ങൾ എഴുതി പഠിക്കണ്ടേ ഇവക്ക്? ഇപ്പോഴല്ലാതെ പിന്നെ ഇവൾ എപ്പ പഠിക്കാനാ? അത് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ട് സി തമ്മ എന്ന് ഡിഫറെന്റ് ആയിട്ട് എഴുതിയതാ അല്ലേ സി മോളെ? ആ, സീതമ്മ ഇഷ്ടാ. എന്റെ മകൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛനെ നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛന്റെ പേരെന്താ എഴുതാഞ്ഞേ? ഇതാ എഴുതു. ഞാൻ എഴുതില്ല. അതെന്താ? അച്ഛനെ ഇഷ്ടമല്ലേ നിനക്ക്? ഇത് കണ്ടോറാം ഇവളിങ്ങനെ. സീത, കുഴപ്പമില്ല, അവള് നാളെ എഴുതിക്കോളും. പാവോള് കളി കഴിഞ്ഞ് ക്ഷീണിച്ച് കാണാം. ഭക്ഷണം കൊടുത്ത് തുറക്കാൻ നോക്ക് വേഗം. ശരി, വാ ഭക്ഷണം കഴിക്കാൻ പോവാ. അച്ഛാ, സുബിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വിഷമാണോ? എനിക്ക് ഫസ്റ്റ് നിങ്ങൾ ആരാന്ന് അറിയില്ലായിരുന്നു. അതിനുശേഷമല്ലേ ഫ്രണ്ട് ആയത്. അത് കഴിഞ്ഞ് എന്റെ അച്ഛനായില്ലേ. സുബിക്കും അതുപോലെ
എല്ലാം ശരിയായിക്കോളും. നോക്കിക്കോ. എല്ലാം ശരിയാകും. I just have to wait. എല്ലാരും കഴിക്കാൻ വാ. എന്താരും കഴിക്കാൻ വരാത്തെ? മുത്തശ്ശ വരുന്നില്ലേ? ജാക്കി വാ ഇരിക്കേ. കുട്ടിലിംഗം, കുട്ടിലിംഗം വാടാ. ഇന്ന് ഞാനില്ലേ ഉപ്പുമാവ ഉണ്ടാക്കിയത്. നമ്മള് കഞ്ഞി കുടിച്ച വയറ് നിറച്ചിരുന്നത്. എന്നിട്ട് രാത്രിയിൽ ഒരു വിശപ്പ് വരും. അപ്പോ വെള്ളം കുടിച്ചിട്ട് ഉറങ്ങും നമ്മള്. മോഷ്ടിച്ചുണ്ടാക്കിയത് കൊണ്ട് അളവിൽ കൂടുതൽ ചെലവാക്കാൻ പേടിയാ. നാളത്തെ അവസ്ഥ എന്താവുമെന്നും അറിയില്ല. പക്ഷെ ഇപ്പോ സുബിയുടെ പുണ്യം കൊണ്ട് വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. ഭക്ഷണത്തിന് വേണ്ടതെല്ലാം ഉണ്ട്. എല്ലാരും കഴിക്കേ. പക്ഷെ സുബി നമ്മുടെ കൂടെ ഇല്ലാത്തത് ഒരു കുറവല്ലേ കാവേരി? അവളുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുമായിരുന്നു. കഴിക്കാനൊന്നും ഇല്ലെങ്കിലും വയറ് നിറയുമായിരുന്നു. ഇപ്പോ ഇത്രയൊക്കെ ഉണ്ടായിട്ടും കഴിക്കാൻ മനസ്സ് വരുന്നില്ല. മുത്തശ്ശ, നമ്മളിവിടെ വിശന്നിരുന്ന സുബിക്ക് അത് വിഷമാവും. കഴിക്കേ. അവളില്ലെന്ന് വെച്ച് നമ്മളെന്തിനാ വിശന്നിരിക്കുന്നേ? ഇരുന്ന് കഴിക്കാൻ നോക്ക്. അത്രേ ഉള്ളോ? അത് ഞാൻ പഠിപ്പിച്ചു തരാം. ജാക്കി ചേട്ടാ, കുട്ടിലിംഗം അങ്ങോട്ട് കളിക്ക്. ഞങ്ങളുടെ കുട്ടിലിംഗത്തെ സ്കൂളിൽ ചേർക്കണം. നീ ആ ദേശായിയുടെ വീട്ടിൽ പോയാ എനിക്ക് വിഷമാവോന്ന് മാത്രം ചോദിക്കണ്ട. എനിക്ക് 5 പൈസയുടെ വിഷമം വരില്ല. ഭക്ഷണം കഴിച്ചോ? സീതമ്മ തന്നെ കഴിപ്പിച്ചേ. സിഹി, ആ സീതമ്മ, ഞാൻ ദാ ഇവിടെയുണ്ട്. വാ, ഞാൻ ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷനോ? എന്നാ ഇഞ്ചക്ഷൻ ഓന്ന് ചോദിക്കുന്നേ? വാ ഇരിക്കെ. എനിക്ക് വേണ്ട, ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. ഇതുവരെ ഇങ്ങനൊന്നും വാശി പിടിച്ചിട്ടില്ലല്ലോ. പിന്നെന്താ നിനക്ക്? ഇരിക്കെ, ഞാൻ തരട്ടെ. വാ. ഏയ് സിഹി, ഓടല്ലേ. സീത, എന്തു പറ്റി? കണ്ടു റാം, ഇഞ്ചക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞ അവള് കിടന്ന് ഓടുന്ന കണ്ടില്ലേ? സിഹി, ഇങ്ങനെ വാശി പിടിച്ച നന്നായിരിക്കില്ല കേട്ടോ. അവിടെ അടങ്ങി നിന്നോ നീ. എടാ, ഇപ്പൊ എന്താണ് ചെയ്യാ? എനിക്കും അറിയില്ല രാമ. നീ വന്നേ. സിഹിമോളെ. സിഹി നിന്നോ, വാശി പിടിക്കണ നീ. സിഹി പ്ലീസ് ഒന്ന് നിൽക്ക് സിഹി. ഞാൻ സമ്മതിക്കില്ല, എനിക്ക് വേണ്ട.
പറയുന്നത്? ഒരു ദിവസം ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ മറന്നാലും സീതമ്മ എന്റെ ഇഞ്ചക്ഷൻ താന്ന് പറഞ്ഞതിന് പുറകെ നടക്കുന്നവൾ അവള്. ഇന്നിപ്പോ കണ്ടോ? സീത, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒന്ന് സ്കിപ്പ് ചെയ്യാവോ? പാവം കുറെ നേരമായിട്ട് അവള് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കല്ലേ. റാം, സീതേ, ഇന്ന് എന്തുകൊണ്ടോ ഇൻസുലിൻ എടുക്കാൻ അവക്ക് മനസ്സില്ലെന്ന് തോന്നുന്നു. ഇന്നൊരൊറ്റ ദിവസം വേണ്ട മോളെ. ഇല്ല മേമ, ഇഞ്ചക്ഷൻ കൊടുത്തേ പറ്റൂ. സി പ്ലീസ് വാശി പിടിക്കണ്ട, വാ. എനിക്ക് വേണ്ട. സിഹി, റാം കണ്ടോ, നിങ്ങളുടെ കൊഞ്ചിക്കലിച്ചിരി കൂടിയിട്ടാ. സിഹി നിൽക്ക്. ഭാർഗവ്, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്.